ഹലോ ഫാമിലി. ഇന്ന് വിമൻസ് ഡേ ആയിട്ടുള്ള കുട്ടികളി കണ്ടത് വേറെ ഒന്നല്ല. ഞാനൊരു 4-5 ദിവസമായിട്ട് ട്രീറ്റ്മെന്റിലേക്ക് ആയിരുന്നു. കുറച്ച് ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെയാണ്. ഞാൻ എന്റെ വീഡിയോ ഇടാട്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അപ്പോ കുറേ ദിവസമായിട്ട് ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യവും കറക്റ്റായിട്ട് വുമൻസ് ഡേ വരികയും ചെയ്തു. നന്നായിട്ട് വൈറ്റ് വാഷ് ഇട്ട് കുട്ടി അടിക്കണ പോലെ ഞാൻ സൺ പ്രൊട്ടക്ഷൻ ക്രീം വാരിയിട്ടുണ്ട് കേട്ടോ. ഒരു മയവും കാണിക്കണ്ട, അതിൽ ലുക്കൊന്നും നോക്കണ്ട. സൺ പ്രൊട്ടക്ഷൻ ക്രീം നന്നായിട്ട് വാരിയിട്ടോ, കാരണം അതുപോലെ വെയിലാണ്. ഞാൻ ഉപയോഗിക്കുന്ന സൺ പ്രൊട്ടക്ഷൻ ക്രീം ഞാൻ കുറെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം മാത്രം ഇട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോവാം. പിന്നെ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും വുമൻസ് ഡേ ഒക്കെ അല്ലേ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ ഒരുങ്ങിയത്. പക്ഷെ ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് കുറച്ച് സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പല കാര്യത്തിലും അഭിമാനിക്കുന്നുണ്ട്. ഒരു അപമാനവും തോന്നിയിട്ടുണ്ട്. രണ്ട് രീതിയിലും ഞാനൊരു സ്ത്രീ എന്ന രീതിയിൽ ഒരുപാട് അഭിമാനം തോന്നിയിട്ടുണ്ട്, അപമാനവും തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നമ്മൾ സ്ത്രീകള് വല്ലാണ്ട് മോശമായി പോകുന്ന ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ നല്ല ഒരു ഇതായിട്ട് നിന്ന ഒരു സമയവും ഒരു സ്ത്രീ ആയിട്ട് പോലും ഞാനത് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് സ്വയമേ അഭിമാനം തോന്നാറുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളെ കാണുമ്പോഴും എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. ഇവിടെ ഒരു കോള് വന്നാട്ടോ. ഓക്കെ. പിന്നെ ഞാനപ്പോ ഒരു ഫേസ് ടിന്റ്, ഒരു ഫൗണ്ടേഷൻ പോലത്തെ ഒരു ടിന്റ്, അതും കുറച്ച് വാരിപ്പൊത്തി. ഈ പറഞ്ഞ പോലെ കുട്ടി അടിച്ചാലും പോലെ ഇരിക്കില്ല കേട്ടോ. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ പോകുന്നത്. ഈ ഡ്രസ്സൊക്കെ മാറി കഴിയുമ്പോഴേക്കും അത് നല്ല ഭംഗിയാവും. നമ്മള് അതിൻ്റെ ഇടയിൽ കൂടി ഞാനുണ്ടല്ലോ ഒരു ചീപ്പ് അന്വേഷിച്ച് എൻ്റെ അമ്മ നടക്കണ്ടായിരുന്നു. ഒരു സ്ക്വയർ ചീപ്പ് അവൾ ഉപയോഗിക്കത്തുള്ളൂ, അത് ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പൊ ഇത് കുട്ടി അടിച്ച പോലെ ഇരിക്കുമെങ്കിൽ ലാസ്റ്റ് ആവുമ്പോഴേക്കും ശരിയാവും കേട്ടോ. നല്ലതാണ്. ഒരുപാട് വൈറ്റ് വാഷ് അടിച്ചൊന്നും ഇരിക്കത്തില്ല. നമ്മളുടെ സ്കിൻ പോലെ തന്നെ തോന്നും കുറച്ച് കഴിയുമ്പോഴേട്ടോ. പിന്നെ എനിക്ക് ഐബ്രോസ് എന്താണെന്ന് അറിയത്തില്ല, ഇടക്കുന്ന് വല്ലാണ്ട് പോകുന്നുണ്ട്. ഞാനപ്പോ ഒരു ഐബ്രോ ഫില്ലർ ഞാൻ കാണിച്ചായിരുന്നു, ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ അതാണ് കൂടുതൽ ഇപ്പൊ ഉപയോഗിക്കുന്നത്. കാരണം ഈ കുട്ടികള് കണ്ണെഴുതിയ പോലെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടും പിന്നെ ഒരു ഐബ്രോന്റെ ഇത് തോന്നുകയും ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് ഇതൊന്നുമില്ല, കാരണം ഐബ്രോ നാച്ചുറൽ ആയിട്ട് അതിന്റെ ഗ്രോത്ത് വന്നെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല. പക്ഷെ അത്യാവശ്യമായിട്ട് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകണം, ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല, നല്ല ഫിനിഷിങ്ങിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ രാത്രിയൊക്കെ ഇപ്പൊ ഐബ്രോയില് വേണ്ട ഓയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പതുക്കെ ഒന്ന് ആ ബ്രഷ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്തുള്ളൂ. കാരണം എന്തോ പറ്റിയിട്ടുണ്ട് ഐബ്രോന്. അതെനിക്കൊന്ന് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് മസ്കാര ഭയങ്കര ഇതാണ് കേട്ടോ, ഭയങ്കര കംപ്ലൈന്റ് ആണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ എനിക്ക് കണ്ണിങ്ങനെ മസ്കാര, കൺമഷിയോ അല്ലെങ്കിൽ ഐലൈനറോ ഒന്നും എഴുതിയില്ലെങ്കിൽ എനിക്ക് മസ്കാര വേണം. പിന്നെ കുറെ പേര് എന്നോട് ലിപ്പിന്റെ കാര്യം ചോദിക്കും. ലിപ്പ് നമ്മള് നല്ല ഭംഗിയായിട്ട് വന്നത്, ഞാൻ ലിപ്പ് പെൻസിൽ എനിക്ക് വേണം. എത്ര നല്ല ലിപ്സ്റ്റിക് ഉണ്ടെങ്കിലും ലിപ്പ് പെൻസിൽ ഇട്ട് ഔട്ടർ നല്ല ഭംഗിക്ക്, നമ്മളിപ്പോ കണ്ണിന്റെ വാട്ടർ ലൈൻ എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ നമ്മൾ ലിപ്പിനുണ്ട് ഒരു ലൈൻ, അവിടെ നമ്മൾ ലിപ്പ് പെൻസിൽ ഇട്ട് നല്ല ഔട്ടറൊക്കെ വരച്ചിട്ടാണെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മളെ ചുണ്ട് നല്ല ഷേപ്പായിട്ടൊക്കെ ഇരിക്കും, നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ ഞാൻ സ്കിൻ എടുക്കുന്ന ഡോക്ടർ പറയും, സ്കിൻ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡോക്ടർ പറയും, ഈ ചുണ്ട് ഇങ്ങനെ ഇട്ട് നമ്മൾ ലിപ്സ്റ്റിക് കാണിക്കുമല്ലോ, അത് ചെയ്യരുതെന്ന്. കാരണം നമ്മുടെ ചുണ്ടിന്റെ ഷേപ്പൊക്കെ പോകും. അപ്പൊ ചെറുതായിട്ടൊന്നങ്ങനെ കാണിക്കുക, ഒരുപാട് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകരുത് ചുണ്ട്. അപ്പൊ നമ്മളെ ഒരു ചുണ്ടിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഷേപ്പ് അങ്ങ് പോകും. പിന്നെന്താണ് എന്താണെങ്കിലും ഒരു വഴിക്ക് പോണേയുള്ളത്. എനിക്ക് ഭയങ്കര കവളൊക്കെ ചുമന്നിരിക്കുന്നത് ഇഷ്ടമല്ല. ചെറുതായിട്ടൊരു ഷെയ്ഡ് വന്നത് ഇഷ്ടമാണ്, കാരണം ഒന്ന് കട്ടിങ് വരുമല്ലോ നമ്മളെ ഫേസിന്. അപ്പൊ കുറച്ചതൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ഇന്ന് എല്ലാവരും വിചാരിക്കുന്നത് സാരി എല്ലാം ഉടുക്കണേ കേട്ടോ. എപ്പോഴും സാരി ഉടുത്താണ് പോകുന്നത്, കാരണം എനിക്ക് തീരെ വയ്യായികയും കാര്യങ്ങളൊക്കെ ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും അതിന്റെ 5th ഡേ ആയിട്ടുള്ളൂ, വിമൻസ് ഡേയുടെ അന്ന്. ഇന്നാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നാളെ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ ഞാൻ ട്രീറ്റ്മെന്റ് എടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ, എന്താണെന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് ഞാൻ എന്തിടുന്ന ഒരു ബ്ലൂ ആണ്, എൻ്റെ ഒരു ഫേവറേറ്റ് കളറിൽ പെട്ടതാണ് ഈ ഒരു ബ്ലൂ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിത് സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തത്. ഇത് ഒരു കോട്ടൺ ആണ്. ഞാൻ കൊടുക്കുന്ന ബോട്ടിക്ക്, ആ ബോട്ടിക്കിൽ അവര് തന്നെയാണ് ഇതിന്റെ മെറ്റീരിയൽ എടുത്ത് സിമ്പിൾ ആയിട്ട് ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും ചെറിയ ലേസ് ഒക്കെ വെച്ചിട്ട് ഈ ഷോള് നല്ല എന്താ പറയാ, ജോർജറ്റൊന്നും നല്ല കുഴപ്പമിരിക്കണം മെറ്റീരിയൽ കേട്ടോ. ഡൈ ചെയ്തതാണ്, ഡബിൾ കളറിലേക്ക് ഡൈ ചെയ്ത്
ഇച്ചിരി ലൂസ് ഉണ്ട്, ഒരുപാട് ബോഡി ഫിറ്റിലല്ല ചെയ്തത്. കാരണം കോട്ടൺ ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ ഇനി എങ്ങാനും ഇതായി പോയാലോ എന്ന് കരുതി ഞാൻ സ്ലീവ്ലെസ് അങ്ങനെ എന്താ പറയാ, ഒന്നുകിൽ എനിക്ക് ഷോൾഡർ വരെ കവർ ചെയ്ത് സ്ലീവ് ആയിരിക്കണം. ചുരിദാർ കഴിക്കുമ്പോൾ അങ്ങനെ അത്രയും കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഷോൾ ഇട്ടോ മുടിയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഒരുപാട് ഇങ്ങനെ സ്ലീവ്ലെസ് ഭയങ്കര പ്രൊജക്ട് ചെയ്തിട്ട് നടക്കാൻ താല്പര്യമില്ല. അപ്പോ അതുകൊണ്ട് ഷോളൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെന്താ പറയാ, കാരണം നമ്മള് ചുരിദാർ തയ്ക്കുമ്പോൾ ഇങ്ങനെ ഷോൾഡർ കവർ ചെയ്യാൻ പറ്റില്ല ബ്ലൗസിന്റെ പോലെ, അപ്പൊ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഷോളിന് നമ്മളെപ്പോഴും ഒരു നല്ല ഒരു ചുരിദാറിന്റെ ഒരു ലക്ഷണമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ഷോള്, നല്ല ഭംഗിയായിരിക്കും. നല്ല ലെങ്തിയില് ആ ഒരു ഷോള് കിടക്കുമ്പോൾ നമ്മളൊരു 100 രൂപയുടെ ആണെങ്കിൽ പോലും ആ ചുരിദാറിന്റെ ആ ഒരു ഭംഗി മാറ്റും. പിന്നെ ഈ ഉഴിച്ചിലും ഗിഴിച്ചിലൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ മാലയും എല്ലാം ഊരി വെച്ചിരിക്കണിരുന്നു. എനിക്ക് മോതിരം ഭയങ്കര ക്രേസാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കയ്യൊന്നും നോക്കണ്ടിട്ട് നെയിൽ പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഈ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താണെങ്കിലും പാർലറിലൊക്കെ പോയി നെയിൽ പോളിഷ് ഇടാന്നുള്ള പ്ലാനിൽ നിൽക്കുവാണ്. അപ്പൊ പറ്റുന്ന ഒരു 3-4 മോതിരമൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് പേളും കല്ലൊക്കെ വെച്ച മോതിരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചെറിയതായിട്ടൊരു, ഇതെല്ലാം മിക്കവാറും മഹാരാജാസ് തന്നെ കേട്ടോ മേടിച്ചത്. മഹാരാജയുടെ ഒരു പ്രമോഷൻ ഒന്നല്ല, എനിക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് അവർ തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്നാ മേടിച്ചാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഫുള്ള് കാണാൻ വേണ്ടിയിട്ടാണോ ഞാനിങ്ങനെ തല തിരിച്ചത്. നിങ്ങളും തല തിരിച്ചിട്ടുണ്ടാവും കണ്ടോ. ഇത് ഫുള്ളായിട്ട് ബ്ലൂ ആണ്. അപ്പൊ നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് ആ നെക്കിലുള്ള ലേസും ഈ താഴെ ഉള്ളത് മാത്രം ഹൈലൈറ്റ് ചെയ്തപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് തോന്നാൻ കാരണം ഞാൻ പുറത്തേക്ക് പോയപ്പോ എല്ലാവരും ഇത് നോക്കണ്ടായിരുന്നു കേട്ടോ. പെൺപിള്ളേര് നോക്കണ്ടായിരുന്നു, ആൺപിള്ളേര് നോക്കണ്ടായിരുന്നു. എന്നെ എല്ലാ ചുരിദാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പെൺപിള്ളേരൊക്കെ ഇങ്ങനെ ഫുള്ള് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കുളി കഴിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ തിരുമലൊക്കെ കഴിഞ്ഞു. തിരുമലും മറ്റേ കിരിവെക്കലൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞു വന്നോളൂ. അപ്പോ ഹെയറിനും ഭയങ്കര മാറ്റമുണ്ട് കേട്ടോ. ഹെയറിന് എനിക്ക് ലെങ്ത് വെച്ചിട്ടുണ്ട്, ഭയങ്കര ഹെൽത്തി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്ത ട്രീറ്റ്മെന്റ് എന്താണെങ്കിലും ഞാൻ പറയാം കേട്ടോ. പിന്നെ പോകുന്നത് 1-2 പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു. മൂന്നാമത് നമ്മുടെ ചെക്കന് വണ്ടി നമ്പർ കിട്ടിയായിരുന്നു. അപ്പൊ അത് 2 ദിവസമായി കിട്ടിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ വുമൻസ് ഡേ ആയിട്ട് അവന്റെ വണ്ടി നമ്പറും മേടിച്ച് അവനെയും കൊണ്ട് വീട്ടിലും വരാം. 1-2 കാര്യങ്ങൾ പോവേണ്ടതായിട്ടുള്ളത് കൊണ്ട് പോയതാണ്. ഇത്രയൊക്കെ ചുരിദാറൊക്കെ ഇഷ്ടപ്പെട്ടോ. അവര് സ്റ്റിച്ചിങ് യൂണിറ്റിന്റെ പേര് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിൽ കോൺടാക്ട് ചെയ്ത് അവർ സ്റ്റിച്ചൊക്കെ ചെയ്ത് തരും. ഇവിടെ തൃപ്പൂണിത്തറയിലുള്ളവർക്കാണെങ്കിലൊക്കെ നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെ ഹാപ്പി വുമൻസ് ഡേ.